സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി വർദ്ധിപ്പിച്ചു. 5 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷമായിട്ടാണ് ഉയർത്തിയത്. ധനകാര്യ വകുപ്പ് ട്രഷറി ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? ഓണക്കാല ചെലവുകൾക്ക് ശേഷം ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയതിന് പിന്നാലെയായിരുന്നു സർക്കാർ വലിയ രീതിയിലുള്ള ട്രഷറി നിയന്ത്രണത്തിലേക്ക് പോയത്. അന്ന് 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ പാസ്സാക്കാമായിരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ 5 ലക്ഷം രൂപയിൽ കൂടിയ ബില്ലുകളൊന്നും പാസ്സാക്കേണ്ട എന്നൊരു നിർദ്ദേശം സർക്കാർ ധനകാര്യ വകുപ്പ് വഴി ട്രഷറിക്ക് നൽകിയിരുന്നു. ഈ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ താൽക്കാലികമായി ഇളവ് വരുത്തിയത്. ഇതിന് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഈ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ബില്ലുകൾ പാസ്സാക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ ഈ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് സർക്കാർ ഇളവ് വരുത്തുന്നത്. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 5 ലക്ഷത്തിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഓണക്കാലത്തിന് മുൻപുണ്ടായിരുന്ന 25 ലക്ഷത്തിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച നിർദ്ദേശം ട്രഷറി ഓഫീസർമാർക്ക് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയിട്ടുണ്ട്. എന്തായാലും പ്രാദേശിക തലങ്ങളിലേക്ക് നോക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം കൂടിയാണ്. പക്ഷേ ഇതുവരെ ലഭ്യമാകുന്ന, അതായത് പാസ്സാക്കാൻ കഴിയുന്ന തുക ബില്ലിന് ആ പണം പിൻവലിക്കാനുള്ള ഒരു അവകാശം കൂടി സർക്കാർ നൽകുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങൾക്കും ഒരു പരിഹാരം വേണമെന്നതാണ് ആവശ്യം. എന്തായാലും ട്രഷറി ഓവർ ഡ്രാഫ്റ്റിന് പിന്നാലെ ഏർപ്പെടുത്തിയിരുന്ന 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ പാസ്സാക്കാനാകില്ല എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.